പശ്ചിമ ബംഗാളിൽ നാടകീയ സംഭവ വികാസങ്ങൾ. ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ കൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ എത്തിയ ഉദ്യോഗസ്ഥരും പോലീസും തമ്മിലായിരുന്നു കയ്യാങ്കളി. 5 സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തു. സിബിഐ ജോയിന്റ് ഡയറക്ടറുടെ വസതിയും പോലീസ് വളഞ്ഞു. ഇതേ തുടർന്ന് ജോയിന്റ് ഡയറക്ടറുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ സിആർപിഎഫിനെ വിന്യസിച്ചു. പോലീസിന് പിന്തുണയുമായി എത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ സത്യാഗ്രഹം ആരംഭിച്ചു. മോദിയും അമിത്ഷായും ബംഗാളിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും മമത. അതേസമയം പോലീസ് നടപടിക്കെതിരെ സിബിഐ സുപ്രീംകോടതിയെ സമീപിക്കും. മമതാ മോദി രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിനാണ് പശ്ചിമ ബംഗാൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനും മമതാ ബാനർജിയുടെ വിശ്വസ്തനുമായ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെത്തിയ സിബിഐ സംഘത്തെ ബംഗാൾ പോലീസ് തടഞ്ഞു. കയ്യാങ്കളിക്ക് ശേഷം 5 സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തു. ഇതിന് പിന്നാലെ കൊൽക്കത്തയിലെ സിബിഐ സംസ്ഥാന ആസ്ഥാനവും ജോയിന്റ് ഡയറക്ടറുടെ വസതിയും പോലീസ് വളഞ്ഞു. ഇതേ തുടർന്ന് ജോയിന്റ് ഡയറക്ടറുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ സിആർപിഎഫിനെ വിന്യസിച്ചു. സിബിഐ നടപടിയറിഞ്ഞ് പോലീസ് കമ്മീഷണറുടെ വസതിയിലെത്തിയ മമതാ ബാനർജി ഉന്നത യോഗം വിളിച്ചു ചേർത്തു. തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട മമതാ ബാനർജി മോദിയെയും അമിത്ഷായെയും കടന്നാക്രമിച്ചു. ബംഗാൾ ഭരണം അട്ടിമറിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അടിയന്തരാവസ്ഥയേക്കാൾ മോശമാണ് സാഹചര്യമെന്ന് പറഞ്ഞ മമതാ ബാനർജി ചിട്ടി തട്ടിപ്പിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകിയെന്നും അവകാശപ്പെട്ടു. കള്ളന്മാരുടെ കൂട്ടമായി ബിജെപി മാറി. കമ്മീഷണറുടെ വസതിയിലെത്തിയ സിബിഐയുടെ പക്കൽ വാറന്റ് പോലുമില്ലായിരുന്നുവെന്നും മമത ചൂണ്ടിക്കാട്ടി. Just it is a forceful instruction from the central order, Narendra Modi or Amit Shah. No search warrant, nothing. They cannot destroy the institution. If the head of the department, if the head of the organization force. പോലീസിനൊപ്പം നിൽക്കുമെന്നറിയിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ കൊൽക്കത്തയിൽ സത്യാഗ്രഹവും ആരംഭിച്ചു. സത്യാഗ്രഹ പന്തലിൽ മന്ത്രിസഭാ യോഗവും വിളിച്ചു ചേർത്തു. പോലീസ് നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സിബിഐ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ചിട്ടി തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പോലീസ് കമ്മീഷണർക്ക് നേരത്തെ സമൻസ് അയച്ചിരുന്നുവെന്നും സിബിഐ അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഭിമന്യു വധക്കേസിൽ വിചാരണയുടെ പ്രാരംഭ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. ഇതിന്റെ ഭാഗമായി കേസിലെ മുഴുവൻ പ്രതികളോടും ഹാജരാകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ ആദ്യം പിടിയിലായ 16 പേരുടെ വിചാരണയ്ക്കുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് തുടങ്ങുക. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 16 പേർക്കെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. JI മുഹമ്മദ്, ആരിഫ് ബിൻ സലീം, റിയാസ് ഹുസൈൻ ഉൾപ്പെടെ 16 പ്രതികൾ നേരത്തെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. കൊലക്കുറ്റം, വധശ്രമം, അന്യായമായ സംഘം ചേരൽ, ഗൂഢാലോചന, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവരുടെ വിചാരണ തുടങ്ങുന്നതിന്റെ ഭാഗമായി ഇന്ന് നേരിട്ട് ഹാജരാകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യത്തിൽ കഴിയുന്ന പ്രതികൾക്ക് ഹാജരാകാൻ സമൻസ് നൽകാൻ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഹാജരാക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. മുഴുവൻ പ്രതികളും ഹാജരായാൽ കോടതി തയ്യാറാക്കുന്ന കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് കേട്ട ശേഷം വിചാരണ തുടങ്ങുന്ന തീയതി കോടതി പ്രഖ്യാപിക്കും. 16 പ്രതികളെ ഉൾപ്പെടുത്തിയ കുറ്റപത്രത്തിൽ 125 സാക്ഷികളുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. അഭിമന്യുവിനെ കുത്തിയവരുൾപ്പെടെ ഏതാനും പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. അവരെ പിടികൂടുന്ന മുറയ്ക്ക് 2ാം ഘട്ട കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 2-ന് പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിന്റെ പിൻഗേറ്റിന് സമീപം ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണം, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5% ആണെങ്കിൽ മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കും. ബാലറ്റിലേക്ക് മടങ്ങണമെന്ന വിവിധ പാർട്ടികളുടെ ആവശ്യം സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവിപാറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമായി കമ്മീഷനെ പാർട്ടികൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന 20ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് EVM വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനമെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും EVM ഹാക്കിംഗിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു യോഗം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത തകർക്കാനും ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്നതിൽ ഒരുമിച്ച് നീങ്ങുന്ന BJPക്കും കോൺഗ്രസിനുമെതിരെ ബദൽ ശക്തിയാകാനും ജനങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ ഇനി ഇടതുപക്ഷ പാർട്ടിയിലാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. CMB CPIM-ൽ ലയിക്കുന്ന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത പാടില്ലെന്നും ഇതൊരു മതാധിഷ്ഠിത രാജ്യമാണെന്നും BJP പറയുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവരെ നിഷ്കാസനം ചെയ്യുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന മാനസികാവസ്ഥയിലെത്തുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനു നേരെ വീണ്ടും നിറയൊഴിക്കുന്നതുവരെ എത്തിയിരിക്കുകയാണ് ഈ നടപടികൾ.
ഇന്നത്തെ കോൺഗ്രസ് MLA നാളത്തെ BJP എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു. പലതരത്തിൽ തെറ്റായ മട്ടിൽ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്ന കാലമാണ്. കർണാടകയിലെ ഒരു MLAക്ക് ഇടുന്ന വില കേട്ടാൽ സാധാരണ ആള് ബോധം കിട്ടുപോകും. 40 കോടിയൊക്കെയാണ് ഒരു പറയുന്നത് ഒരാൾക്ക്. കാരണം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളാകെ തടിച്ചു കൊടുക്കാനുള്ള സൗകര്യം BJP ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. മതനിരപേക്ഷത നിലനിൽക്കാൻ ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലാണെങ്കിൽ വലതുപക്ഷ ശക്തികളും ഇടതുപക്ഷ ശക്തികളും തമ്മിലുള്ള ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നൊരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. യാഥാസ്ഥിക വിഭാഗവും പുരോഗമന ശക്തികളും ചേർന്നൊരു ഏറ്റുമുട്ടലാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും നടക്കുന്നത്. ഇതിൽ യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്നവർ ഒത്തുകൂടാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. കേരളം ത്രിപുര പോലെയാകുമെന്ന മോദിയുടെ പ്രഖ്യാപനം വ്യാമോഹമാണ്. CPIM-ഉം CMP-യും സമാന ചിന്താഗതിയുള്ള പാർട്ടികളാണ്. KR അരവിന്ദാക്ഷൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തന്നെ CMP CPM-ൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയിരുന്നു. MVRന്റെ കാലത്ത് തന്നെ ലയനം നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. CPIM-ലേക്ക് വന്ന CMP പ്രവർത്തകർക്ക് അർഹമായ പരിഗണന ഉണ്ടാകും. ഏതൊക്കെ ഘടകങ്ങളാണ് പ്രാതിനിധ്യം നൽകേണ്ടതെന്ന് ചർച്ച ചെയ്ത് ഉടൻ തീരുമാനിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വഞ്ചകരല്ലാത്തവർ പാർലമെന്റിലെത്തണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുത്ത ആൾ അവിടെ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുവേണമെന്നും ആ ഉറപ്പ് ഇടതുപക്ഷത്തിന് മാത്രമേ നൽകാനാവൂവെന്നും പിണറായി ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ കോൺഗ്രസ് BJP ഇതര സർക്കാരാണ് വരേണ്ടത്. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം പൂർണ്ണ നാശത്തിലേക്ക് നീങ്ങുമെന്നും ശബരിമല വിഷയത്തിൽ സർക്കാർ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ തങ്ങളുടെ നിലപാട് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസായ VRB ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വഞ്ചകരല്ലാത്തവർ പാർലമെന്റിലേക്ക് പോകണം. പിന്നെ ഞാൻ തെരഞ്ഞെടുത്ത പ്രതിനിധി അവിടുന്ന് മാറിക്കളിയോ, ഞാൻ അയച്ച അതേ നിലയിൽ നിൽക്കുമോ എന്ന് ആശങ്കപ്പെടാൻ ഇടവരരുത്. അത്തരം ആളുകളെ അയക്കണം. അത്തരം ആളുകൾ ഇടതുപക്ഷക്കാർ മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടാവൂ. ഈ നില നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. അതിനെ തകർക്കാൻ നോക്കുന്നവരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. APCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സംസ്ഥാന ജാഥ ജനമഹായാത്ര കാസർകോട്ട് നിന്ന് പ്രചാരണം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രവർത്തക സമിതി അംഗം AK ആന്റണി ജനമഹായാത്ര ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. MP, MLA-മാർ, UDF നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം കുരുക്ഷേത്ര യുദ്ധമാണെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത AK ആന്റണി പറഞ്ഞു. രണ്ടാമത്തെ കുരുക്ഷേത്ര യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപ്പടയെ, നരേന്ദ്രമോദി നയിക്കുന്ന കൗരവപ്പടയെ നിലംപരിശാക്കുവാൻ, ചിഹ്ന ഭിന്നമാക്കാനുള്ള പടയുടെ നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കോട്ടയം ഇക്കുറി ആരുടെ കോട്ടയാകും? ഇടതു വലത് മുന്നണികൾ ഒരേപോലെ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും കുറവില്ല. ഉറച്ച വിശ്വാസം പെട്ടിയിൽ വോട്ടാകുമോ എന്ന BJPക്കും ഉറപ്പില്ല. കോട്ടയം ജില്ലയിലെ പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഭാവിയിലെ മന്ത്രിസ്ഥാനം കണ്ട് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മാറിയത് മണ്ഡലത്തെ അനാഥമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ മണ്ഡലം പിന്തള്ളപ്പെട്ടതിന് ഇതൊരു കാരണമായെന്ന് പഴി പറയുന്നവർ മാണിയുടെ പാളയത്തിൽ തന്നെയുണ്ട്. ബാർക്കോഴ വിവാദം, കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ എന്നിവ മാണിക്കെതിരെ UDF-ൽ സൃഷ്ടിച്ച ഇഷ്ടക്കുറവ് പെട്ടെന്ന് മാറുകയുമില്ല. കള്ള കൗൺസിലെ ഭിന്നത,
മാണി ജോസഫ് തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ, ബാർക്കോഴ ആരോപണം, UDF കോൺഗ്രസിനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഉലച്ചിൽ, ഇതൊക്കെ തന്നെ ഈ സീറ്റിൽ ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കേരള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. 1952 മുതൽ നടന്ന 16 പൊതുതെരഞ്ഞെടുപ്പുകളിൽ 5 തവണ കോട്ടയം ഇടതിനൊപ്പം നിന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ മികച്ച പ്രകടനം നടത്താൻ ഇടതുപക്ഷത്തിനായി. ജില്ലാ പഞ്ചായത്തിലെ ഇടതുമുന്നണി അംഗസംഖ്യ 4-ൽ നിന്ന് 8-ആയി. ജില്ലയിൽ കഴിഞ്ഞ തവണ 13 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി ഇത്തവണ എണ്ണം 27ആക്കി വർദ്ധിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലങ്ങളായ പാല, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം എന്നിവിടങ്ങളിൽ മുന്നേറ്റം നടത്താനും മികച്ച ഭൂരിപക്ഷത്തിൽ വൈക്കത്തും ഏറ്റുമാനൂരും വിജയിച്ചതും LDF-ന് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതായത് വൈക്കവും ഏറ്റുമാനൂരും വ്യക്തമായ ലീഡ് നേടി വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം ഈ മണ്ഡലങ്ങൾ, പാല, അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിനൊരു നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു ബാലികാറാമലയല്ല കോട്ടയം മണ്ഡലം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുമുന്നണി ഈ സീറ്റ് നൽകിയിട്ടുള്ളത് ജനതാദൾ എസിനാണ്. മതസ്വാധീനം ഏറെയുള്ള മണ്ഡലത്തിൽ ശബരിമലയും പിറവം പള്ളിയും പ്രചരണ വിഷയങ്ങൾ തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം ശരണമന്ത്രമാക്കിയ BJPക്ക് തെരഞ്ഞെടുപ്പ് പാത ഇനിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കണക്കുകൾ സാക്ഷ്യം നൽകുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോട്ടയം. 2004-ൽ 7.5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2009-ൽ 4.6%-ലേക്കും 2014-ൽ 5.3%-ലേക്കും ഇടിഞ്ഞു. പലകുറി വിജയിച്ച മണ്ഡലമായതിനാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലം ഒരു ബാലികേറാമലയല്ല. അതേസമയം UDF-ലേക്കുള്ള മാണിയുടെ മടങ്ങിവരവും അത് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ച ചേരിതിരിവും ജോസ് കെ മാണി മണ്ഡലം അനാഥമാക്കി പോയി എന്നുള്ള ജനവികാരവുമെല്ലാം തന്നെ UDF-ൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഒപ്പം ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ 1,00,000-ത്തിനപ്പുറം വോട്ടിലേക്ക് കടക്കാൻ BJPക്കുമായിട്ടില്ല. ക്യാമറമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. പൊതു ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ സഭാ സമ്മേളനത്തിനായി ഇന്ന് പാർലമെന്റ് ചേരും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് പ്രധാന അജണ്ട. രാജ്യസഭയിൽ മുത്തലാഖ് ബിൽ കേന്ദ്ര ധനമന്ത്രി രവിശങ്കർ പ്രസാദ് അവതരിപ്പിക്കും. സഭ പ്രക്ഷുബ്ധമായേക്കും. 2014-ൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനം ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ജനപ്രിയ പദ്ധതികൾ എന്ന പേരിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതികൾ പ്രതിപക്ഷ എതിർപ്പിന് കാരണമാകും. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യ ദിവസമായി ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രധാന അജണ്ട. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ജോർജ് ഫെർണാണ്ടസിന് ആദരമർപ്പിച്ച ശേഷം ചോദ്യോത്തരവേളയും പൂർത്തിയാക്കി നന്ദിപ്രമേയ ചർച്ചയിലേക്ക് ലോക്സഭ കടക്കും. റഫേലിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതിനാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടും. മുത്തലാഖ് ബിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ലോക്സഭ കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കിയ ബിൽ രാജ്യസഭയിൽ ആദ്യമായാണ് എത്തുന്നത്. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ബിൽ അവതരിപ്പിക്കുക. മുസ്ലിം വിവാഹമോചനം ക്രിമിനൽ കുറ്റമാക്കുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നതിനാൽ രാജ്യസഭയിൽ ബിൽ പാസാകാനുള്ള സാധ്യതയും കുറവാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. INX മീഡിയ കേസിൽ കോൺഗ്രസ് നേതാവ് P. ചിദംബരത്തെ വിചാരണ ചെയ്യാൻ നിയമമന്ത്രാലയത്തിന്റെ അനുമതി. കേസ് അന്വേഷിക്കുന്ന CBIക്കാണ് നിയമമന്ത്രാലയം അനുമതി നൽകിയത്. ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാമെന്നും സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് BJP നീക്കമെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ P. ചിദംബരത്തിനെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാർ നീക്കം. എയർസെൽ മാക്സിസ് കേസിൽ വിചാരണ നേരിടുന്ന P. ചിദംബരം INX മീഡിയ കേസിലും വിചാരണ നേരിടണമെന്ന് കേന്ദ്ര നിയമമന്ത്രാലയം. വിചാരണയ്ക്ക് അനുമതി തേടിയ CBIക്ക് നിയമമന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു. ഇതേ കേസിൽ മകൻ കാർത്തി ചിദംബരം നേരത്തെ തന്നെ വിചാരണ നേരിടുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേസ്. P. ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ INX മീഡിയയ്ക്ക് വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയതിൽ വിദേശ നാണ്യവിനിമയ ചട്ടം മറികടന്നതാണ് CBI കണ്ടെത്തൽ. വിചാരണാനുമതി കിട്ടിയ സാഹചര്യത്തിൽ P. ചിദംബരത്തെ എപ്പോൾ വേണമെങ്കിലും CBI കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കാർത്തി ചിദംബരത്തിന്റെ 54 കോടി വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പൗരത്വ ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നത് തുടർക്കഥയാകുന്നു. 2006 ലഭിച്ച പത്മശ്രീ പുരസ്കാരം തിരികെ ലഭിക്കുമെന്ന് മണിപ്പൂരി ചലച്ചിത്രകാരൻ അരിബം ശ്യാം ശർമ്മ പ്രഖ്യാപിച്ചു. അസം പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായ 855 പേരുടെ ബന്ധുക്കൾ രക്തസാക്ഷി പുരസ്കാരം തിരികെ നൽകിയതിന് പിന്നാലെയാണിത്. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ബിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ കൊണ്ടുവന്നേക്കില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം പുരസ്കാരങ്ങൾ തിരികെ നൽകി രേഖപ്പെടുത്തുന്നത് തുടർക്കഥയാവുകയാണ്. 2006 തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ച് മണിപ്പൂരി ചലച്ചിത്രകാരൻ അരിബം ശ്യാം ശർമ്മയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബില്ലിനെതിരായ ജനങ്ങളുടെ വികാരം കാണാത്ത സർക്കാരിന്റെ അവാർഡ് കൈവശം വയ്ക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അസം പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികളായ 855 പേരുടെ ബന്ധുക്കൾക്ക് 2016 അസം സർക്കാർ രക്തസാക്ഷി പുരസ്കാരം നൽകിയിരുന്നു. ഇവരുടെ 122 കുടുംബങ്ങൾ കഴിഞ്ഞയാഴ്ച ബില്ലിൽ പ്രതിഷേധിച്ച് പുരസ്കാരം തിരികെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അരിബം ശ്യാം ശർമ്മയുടെ പ്രഖ്യാപനം. ബില്ലിനെതിരെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വടക്ക് കിഴക്കൻ മേഖലയിൽ തുടരുകയാണ്. റിപ്പബ്ലിക് ദിന ബഹിഷ്കരണം, ബൈ ബൈ ഇന്ത്യ, ഹായ് ചൈന ക്യാമ്പയിൻ, ഹർത്താലുകൾ എന്നീ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് പുരസ്കാരങ്ങൾ തിരികെ നൽകൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഭയന്ന് പൗരത്വ ഭേദഗതി ബിൽ ഇത്തവണ രാജ്യസഭയിൽ കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറായേക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ UAE-യിലെത്തി. റോമിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മാർപ്പാപ്പയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് UAE സർക്കാർ പ്രതിനിധികൾ നൽകിയത്. ഇതാദ്യമായാണ് മാർപ്പാപ്പ അറബ് മേഖല സന്ദർശിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ അബുദാബി കിരീടാവകാശിയും UAE സർവ്വസൈന്യാധിപനുമായ ഷൈഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. വൈകിട്ട് അബുദാബി ഫൌണ്ടേഴ്സ് മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന മതേതര സമ്മേളനത്തിൽ മാർപ്പാപ്പ പ്രസംഗിക്കും. തുടർന്ന് അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുന്ന മാർപ്പാപ്പ മുസ്ലിം കൌൺസിൽ ഓഫ് എൽഡേഴ്സ് അംഗങ്ങളുമായി കൂടിക്കാഴ്ചയും നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10:30 അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പയുടെ ദിവ്യബലിയും പ്രസംഗവും ഉണ്ടാകും. ഇടവേള. ലുലു ഗൾഫ് ഫോക്കസ്. ആദിമ അറബ് ഗോത്രവംശത്തിലെ ഗ്രാമീണോത്സവമായ ഒട്ടക ഓട്ട മത്സരം ആധുനിക കാലത്ത് ഇപ്പോഴും പിന്തുടരുന്നു. ദുബായ് മർമൂമിലെ ഒട്ടക മത്സര ഓട്ടത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ. പ്രവാസികൾക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച കേരള ഗവൺമെന്റിന് അഭിനന്ദനങ്ങൾ. മരിച്ച ബോഡിനോട് ആദരവ് കേരള സർക്കാർ കാണിച്ചല്ലോ എന്നുള്ള. പാവപ്പെട്ട പൈസ മരിച്ചാൽ എല്ലാവരും കണക്കാം. മതവും ജാതിയോ പാർട്ടി ഒന്നും ഇല്ലല്ലോ. മനുഷ്യനായിട്ട് എല്ലാവരും ഒരു ബോഡി ആയിട്ടല്ലോ കൂട്ടുന്നവരെ. അപ്പോൾ അവർക്കൊരു മുൻഗണന കേരള സർക്കാർ കൊടുത്തത് വളരെയേറെ നല്ല കാര്യമാണ്. രോഗികൾക്ക് കരുതലും സാന്ത്വനവുമായി CPIM-ന്റെ ചികിത്സാ പദ്ധതിക്ക് കൊല്ലം നഗരത്തിൽ തുടക്കം. തിരുമുല്ലവാരം EK നായനാർ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രമാണ് രോഗാവസ്ഥയിലുള്ളവരുടെ കണ്ണീരൊപ്പാൻ സജീവമായത്. കൊല്ലം മനയിൽ കുളങ്കരയിൽ കിടപ്പിലായ രോഗികളെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ജനപ്രതിനിധികളും മഹിളാ വാളണ്ടിയർമാരും സന്ദർശിച്ചു. രോഗികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കിയ പ്രവർത്തകർ പരിചരണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സന്ദർശിച്ചതിന് ശേഷം അവരെ ആവശ്യമായിട്ടുള്ള ചികിത്സ ആശുപത്രി കൊണ്ടുപോയി ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുകയും അതല്ല വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാൻ പറ്റുന്നവർക്ക് വീട്ടിൽ വെച്ച് ചികിത്സ നൽകുകയും ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിയാണ്. സ്ഥിരമായിട്ട് റെഗുലറായിട്ട് തന്നെ ഈ രോഗികളെ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുവാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള രോഗികൾക്ക് വീടുകളിൽ തന്നെ ശുശ്രൂഷ ലഭ്യമാക്കാനുള്ള ഹോം കെയർ സംവിധാനമാണ് EK നായനാർ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം പ്രസിഡന്റും CPIM സംസ്ഥാന സെക്രട്ടറി അംഗവുമായ K വരദരാജൻ, സെക്രട്ടറി M വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. എല്ലാ ആഴ്ചയിലും ഇതേപോലെയുള്ള പര്യടനങ്ങൾ നടത്തുകയും രോഗികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായവും ചെയ്യുന്നതിനുള്ള തുടർ നടപടികളും ഉണ്ടാവും. മരുന്ന് കൊടുക്കേണ്ടവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടവർക്ക് ആ നിലയിൽ ചെയ്യും. ഭക്ഷണത്തിൻ്റെ പ്രശ്നമുള്ള ചില ആളുകളുണ്ട്. അത് അക്കാര്യത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോം കെയർ പരിചരണം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരെ വീണ്ടും കാണുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം, ആംബുലൻസ്, മരുന്നുകൾ, രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് നൽകുന്ന പ്രവർത്തനവും സംഘടന ഏറ്റെടുക്കും. കിടപ്പ് രോഗികളെ നിരന്തരം സന്ദർശിക്കൽ, ഭക്ഷണം, മരുന്ന്, കട്ടിൽ, വാട്ടർ ബെഡ്,
കിടക്കവിരി തുടങ്ങിയവ ഏർപ്പാടാക്കുന്നതിനും ധാരണയായി. എല്ലാ ആഴ്ചകളിലും ഭവന സന്ദർശനം നടത്തും. കൌൺസിലർമാരായ എസ് രാജ്മോഹൻ, ആനേപ്പിൽ ഡോക്ടർ ഡി സുജിത്, വിദഗ്ധ ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നിക്കോളാസ് ക്രിസ്റ്റി, കൺസൾട്ടന്റ് ഡോക്ടർ ഡി ശ്രീകുമാർ, ഡോക്ടർ സിനി സുജിത് തുടങ്ങിയവർ സർവേയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നവോത്ഥാന മൂല്യങ്ങളുടെ സന്ദേശവുമായി നാടുണർത്തി നവകേരള സാംസ്കാരിക യാത്ര പ്രചാരണം തുടരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2 മേഖലാ ജാഥകളാണ് സംസ്ഥാനത്ത് പ്രയാണം നടത്തുന്നത്. നാടെങ്ങും ജാഥകൾക്ക് ലഭിക്കുന്നത് ആവേശകരമായ വരവേൽപ്പും. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണ സന്ദേശവുമായി പ്രയാണം നടത്തുന്ന നവകേരള സാംസ്കാരിക യാത്രയെ നെഞ്ചേറ്റുകയാണ് കേരളത്തിലെ സാംസ്കാരിക സമൂഹം. നൂറുകണക്കിന് ആളുകളാണ് നവകേരള സാംസ്കാരിക യാത്രയെ വരവേൽക്കാനായി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തുന്നത്. എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. കാസർഗോഡ് ഇരിയണ്ണിയിൽ തമിഴ് സാഹിത്യകാരൻ സു വെങ്കടേശൻ ഉദ്ഘാടനം ചെയ്ത വടക്കൻ മേഖലാ ജാഥ ജില്ലയിലെ പ്രചാരണം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിലാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണമാണ് ജാഥ മുന്നോട്ട് വെക്കുന്ന പ്രധാന സന്ദേശമെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. മതേതര ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിച്ചാണ് ഈ കാലഘട്ടത്തിൽ. ഇന്ത്യയെ ആകമാനം വിഭജിക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കി നിൽക്കുന്ന സംഘപരിവാറിന്റെ വർഗീയ ഭീഷണി, അതിനെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജനങ്ങളുടെ മതേതര ഐക്യമാണ്. പക്ഷെ അത് വെറും കേവലം ആശയമായിട്ട് നിന്നാൽ പോരാ, ജനങ്ങളുടെ സംസ്കാരമായി മാറണം, ജീവിത രീതിയായി മാറണം, കുടുംബാന്തരീക്ഷത്തിലേക്ക് ഈ മതേതര ഐക്യത്തെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ഒരു സംവാദാത്മകമായ സംഗതിയാണ്. കാസർഗോഡ് ജില്ലയിൽ പെരുമ്പള, രാവണേശ്വരം, കിനാത്തിൽ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് പര്യടനം. ഷാജി എൻ കരുൺ നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. ആവേശപൂർവ്വമാണ് ജനങ്ങൾ ജാഥയെ വരവേറ്റത്. ഇരു ജാഥകളും ഈ മാസം 9-ന് തൃശൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച മന്ത്രിസഭാ തീരുമാനത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വാഗതം ചെയ്തു. 2015-2016 അധ്യയന വർഷം പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ബാച്ചുകളിലുമായി 662 തസ്തികകളാണ് പുതുതായി സൃഷ്ടിച്ചത്. 106 തസ്തികകൾ അപ്ഗ്രേഡ് ചെയ്യാനും തീരുമാനിച്ചു. സംസ്ഥാന പ്രളയ പുനർനിർമ്മാണം വേഗത്തിലാക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തുകളിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 195 തസ്തികകളും സൃഷ്ടിച്ചു. കേരള സർവകലാശാലയിൽ അധ്യാപക തസ്തികകൾക്ക് അനുമതി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. യുവജനങ്ങളോട് അങ്ങേയറ്റം അനുഭാവം പുലർത്തുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷിഫ്റ്റ് സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. സ്ഥലപരിമിതി മൂലം സംസ്ഥാനത്ത് ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഏക വിദ്യാലയം മോയൻസ് ആണ്. ജൂൺ 1-ന് സംസ്ഥാനത്ത് LP സ്കൂൾ +2 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കും. പാലക്കാട് മോയൻസ് സ്കൂളിന്റെ ശതാബ്ദിയാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ബാർ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന് ചരിത്ര വിജയം. ബാർ കൌൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3-നെതിരെ 16 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ വിജയിച്ചു. വൈസ് ചെയർമാനായ അഡ്വക്കേറ്റ് ആനയറ ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ, സെൻട്രൽ ബാർ കൌൺസിൽ മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ, ടെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ എന്നിങ്ങനെ മുഴുവൻ സ്ഥാനങ്ങളിലേക്ക് നടന്ന മത്സരത്തിലും ലോയേഴ്സ് യൂണിയൻ സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. കഴിഞ്ഞ വർഷം മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചു. തുടർന്ന് സുപ്രീം കോടതി ഇടപെട്ട മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിനെ നിരീക്ഷകനായി നിയമിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. അഭിഭാഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് ബാർ കൌൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ പറഞ്ഞു. നാളെ കോടതികളിൽ വിജയാഹ്ലാദ ദിനമായി ആചരിക്കുമെന്ന് ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് B രാജേന്ദ്രനും അറിയിച്ചു. ഉത്തരവ് BCI ഇറക്കിയിരുന്നു. അത് സുപ്രീം കോടതി ജഡ്ജി അത് അവഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ രീതിയിൽ നടത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യാശ റിട്ടയർമെന്റ് ഹോം പദ്ധതി യാഥാർത്ഥ്യമായി. ആലുവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ നിർവഹിച്ചു. റിസർവ് ബാങ്കിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കായി അസോസിയേഷൻ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് 68 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ളാറ്റും പരിസരവും ഹരിത മേഖലയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ വൃക്ഷ തൈ നട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ
PN നന്ദകുമാർ, PA പൗലോസ്, റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ MSN സ്വാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.